ഹലോ ഗൈസ്, ജെനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മക്കൾ നമ്മളെ നടയിൽ തന്നെ വന്നിരിക്കും, എത്ര ഒട്ടിച്ചിട്ടും കാര്യമില്ല. ഞാനങ്ങനെ ഒരു വേദനയൊക്കെ ഇല്ല, ഇത്തിരി വെള്ളം എടുത്ത് കുടഞ്ഞ് അവർ ഒട്ടിക്കും. പക്ഷെ അവർ നമ്മളെ നടയിൽ തന്നെ വന്നിരിക്കും. അവിടെ ഫുഡ് കൊടുക്കരുതെന്ന് നമ്മളെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു. അവരെ പാസേജും കൂടെ നമ്മളെ പാസേജിൻ്റെ അതിൽ കൂടെയാണ്. നമ്മളത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഒട്ടും പ്രശ്നമില്ലായിരുന്നു അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നതിന്. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ നടയിൽ നിന്ന് കൂട്ടി ഇവരെ കൊണ്ടുവന്നതാണ്. അത് കാരണം ഇന്നലെ ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ മെയിൻ റോഡായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് കൊടുത്തുതരാം. ഒരു അങ്ങേര് എന്നോട് ഇന്നലെ വെറുതെ വഴക്കിന് വന്ന്, ഞാനിങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കാറിലാണ്, കാറ് നിർത്തിയിട്ട്. അപ്പം പിന്നെയും ചോദിച്ചു, നിങ്ങളെ വീട് എവിടെയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യമെന്ന്. വീട് എവിടെയാണെന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് പറയണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് പട്ടി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നടയിൽ കൂട്ടിക്കൊണ്ടുപോയി കൊടുത്തൂടേന്ന്. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങേര് ഞങ്ങളിവിടെ താമസിക്കുന്നവരാണ്, പിന്നെ നിങ്ങളെന്തിനാണ് അപ്പുറത്തുള്ള പട്ടീനെയല്ലേ ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ്, പിന്നെ അത്രയ്ക്ക് ഇതുണ്ടെങ്കിലെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കുക നമുക്ക്, പിന്നെ അതിൻ്റെ പിന്നാലെ പോവാം, കേസിൻ്റെ പിന്നാലെ പോവാം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം അങ്ങ് പോയി. അന്നേരം അവിടെ അടുത്ത വീട്ടിൽ ഒരു പ്രായം ചെന്ന ഒരു അങ്ങേരുണ്ട്. അങ്ങേരിങ്ങ് ഡോറ് തുറന്ന് വന്നിട്ട് അങ്ങേര് പറയാം, പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പട്ടികൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വന്നിട്ട് 6 മാസമൊക്കെ ആകുന്നേയുള്ളൂ, ഏറി വന്നാൽ 6 മാസം ആകുന്നേയുള്ളൂ. ഈ ഡോഗ് ഇവിടെ ഉള്ളതാണ്, അതിൻ്റെ കൊച്ചുങ്ങളാണിത്. അപ്പോൾ അവർക്ക് ആ ഏരിയയിലുള്ള എല്ലാവരും ഫുഡ് കൊടുക്കുന്നുണ്ട്, ആർക്കും ഒരു വിഷയമില്ല. ഇവർക്ക് ചില കുശുമ്പും കുന്നായ്മയുള്ള മനുഷ്യർക്കുള്ള ഒരവസ്ഥയാണിത്. ഗൈസ്, ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഫുഡ് ഇവർക്ക് കൊടുക്കാനുണ്ട്, പക്ഷേ അത് കൊടുക്കുന്നതിന് വരെ പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഇന്നിപ്പോൾ അവരെ നമ്മളെ വീട്ടിൻ്റെ നടയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ദൂരട്ട് 2 എണ്ണം കൂടെ അടി കൂടുന്ന കണ്ട. ഇവർക്ക് ഫുഡ് കൊടുത്താൽ അമ്മേൻ്റെ കളറുള്ള ബ്രൗണ് പിന്നെ ഭയങ്കര മിടുക്കത്തിയാണ്, അത് ഫുള്ളങ്ങ് കഴിക്കും, മറ്റേതിന് കൊടുക്കൂല. മറ്റേതങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കും, പാവാണത്. എന്നിട്ട് ഞാൻ അതിനെ ഓട്ടിച്ചിട്ടാണ് മറ്റേതിന് ഫുഡ് കൊടുക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ അതിനെ ഓട്ടിക്കുക, എന്നിട്ടാണ് ഇതിന് കൊടുക്കുന്നത്. ഇതൊരു പാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങളുള്ളത്. അങ്ങനെ എന്നിട്ട് അത്രയ്ക്ക് പട്ടിസ്നേഹമാണ്, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നടയിൽ കൊണ്ടുപോയി കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവരെ കാര്യത്തിൽ, ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം ഗൈസ്. ഓക്കെ, ഞാൻ ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അമ്മ ഉണ്ടാവില്ല, ഇന്ന് അമ്മ ഇല്ല, ഇന്നലെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലെ നടയിൽ ഇവർ 3 ആളും വന്ന് കിടക്കും, അമ്മയും 2 കൊച്ചുങ്ങളും വന്ന് കിടക്കും. അപ്പം ഞാൻ ഫുഡ് ആയിട്ട് ഞാനിപ്പോൾ ഇത്രയും ദൂരെ തന്നെ വന്നിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ആദ്യം അവർക്ക് എവിടെയാണോ കൊടുത്തത് ഫുഡ് അവിടെ തന്നെ കൊണ്ടുവച്ച് കൊടുക്കാൻ, ആരും ഒരു പരാതിയും പറയില്ല, നീ ഇങ്ങനെ അവിടെയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ചില മനുഷ്യരുണ്ട് കുശുമ്പും കുന്നായ്മയൊക്കെ ഉള്ള. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അവരോട് പ്രതികരിക്കാൻ പോയാലും പറ്റില്ല. ഇപ്പം നമ്മൾ ഓരോന്ന് കേൾക്കുന്നുണ്ടല്ലോ, പട്ടി പോയതും പട്ടി ചാടിയതിനും വെട്ടും കുത്തും കൊലയൊക്കെയാണ് നടക്കുന്നത്. അങ്ങനത്തെ കാലങ്ങളാണ്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.